രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നടപടി സസ്പെൻഷനിലൊതുക്കാൻ ആലോചന. തൽക്കാലം MLA സ്ഥാനം രാജിവെക്കേണ്ടെന്നാണ് തീരുമാനം. ഹൈക്കമാൻഡ് നിലപാട് നിർണായകമാണ്. BJP ദേശീയതലത്തിൽ വിഷയം ആളിക്കത്തിച്ചതോടെ ദേശീയതലത്തിലും പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും. റോഷിപാലും നോബൽ മാരിക്കാലിനും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, ഇപ്പോൾ ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിവരമനുസരിച്ച് ആദ്യം രാജ്യസമ്മർദ്ദം ശക്തമാക്കിയ ചില നേതാക്കൾ പോലും അത് പുനരാലോചിക്കുന്നു. ഇപ്പോൾ രാജിവെച്ചാൽ ഒരുപക്ഷെ ഹരിയാന മാതൃകയിൽ ഒരു വർഷം നിയമസഭയ്ക്ക് ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും ഉപതെരഞ്ഞെടുപ്പ് വന്നേക്കാം. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ പരാജയ ഭീതിയുണ്ട് എന്നതും പ്രധാനപ്പെട്ട വിഷയമാണ്. നിലമ്പൂരിൽ കിട്ടിയ വിജയത്തിന്റെ തിളക്കം പാലക്കാട് നഷ്ടപ്പെടുമോ എന്നൊരു ആകാംക്ഷയുണ്ട്. അപ്പോൾ ചില നേതാക്കൾ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ വനിതാ നേതാക്കൾ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ സസ്പെൻഷനിലേക്ക് ഒതുക്കുകയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരില്ലേ കോൺഗ്രസ് നേതൃത്വം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും? അരുൺകുമാർ, പേരിന് രാഹുൽ മാങ്കൂട്ടത്തിന് സസ്പെൻഷൻ നൽകി മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട നേതാക്കളിൽ ചിലരെങ്കിലും പിന്മാറിയിട്ടുണ്ട്. അതിന് കാരണമായി അവർ പറയുന്നത് പാലക്കാട് മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും. ഇനി ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ഈ സ്ത്രീവിരുദ്ധ പ്രവർത്തനം, സ്ത്രീപീഡനം, ലൈംഗിക അതിക്രമം അതൊക്കെ ചർച്ചയാകും. അത് കോൺഗ്രസിനും UDF-നും തിരിച്ചടിയാകും. അതൊരു പക്ഷേ പരാജയത്തിലേക്ക് വഴിവെക്കുമോ എന്ന ആശങ്ക UDF നേതൃത്വത്തിനെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യാം. സസ്പെൻഡ് ചെയ്യുകയും നിയമസഭയിൽ നിന്നും ഈ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്ത് ആ നടപടി അങ്ങനെ ഒതുക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. അതേസമയം തന്നെ KPCCയുടെ പുതിയ ഭാരവാഹികളായ ഷാഫി പറമ്പിലടക്കമുള്ള പലരും ഈ കാര്യത്തിൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനുള്ള നീക്കം നടത്തുന്നു എന്ന ആക്ഷേപവും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഇതുവരെ PC വിശ്വനാഥ് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. അതിൽ AP അനിൽകുമാർ മാത്രമാണ് പ്രതികരിച്ചത്. ഏതായാലും MLA സ്ഥാനം രാജിവെക്കണമെന്ന് വനിതാ കോൺഗ്രസ് നേതാക്കൾ ഒന്നാകെ പരസ്യമായി നിലപാടെടുക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം മുതിർന്ന നേതാക്കൾ രമേശ് ചെന്നിത്തലയും VD സതീശനും VM സുധീരനും KM മുരളീധരനും ഒക്കെ അവരുടെ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞു. KPCC അധ്യക്ഷനെ അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ പോലും തൽക്കാലത്തേക്ക് സസ്പെൻഷൻ മതി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സസ്പെൻഷൻ വന്നാൽ പോലും MLA പദവിയിൽ തുടരും. പാലക്കാട് ജനപ്രതിനിധിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും അടുത്ത 9 മാസം തുടരുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കാരണം നിലവിൽ സ്വമേധയാ രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടെന്ന് പാർട്ടി നേതൃത്വവും തീരുമാനിക്കുകയാണ്. ഏതായാലും ഏറെ താമസിയാതെ രാഹുലിനെതിരെയുള്ള അടുത്ത നടപടിക്ക് കളമൊരുങ്ങും. സസ്പെൻഷൻ മാത്രമായിരിക്കും ആ നടപടി. അതൊരു പേരിനുള്ള നടപടിയെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ വിമർശനം തുടങ്ങിക്കഴിഞ്ഞു. അരുൺകുമാർ, ഒരു പേരിനു വേണ്ടി സസ്പെൻഷനിലേക്ക് ഒതുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്.